ഇവിടെ ഫുള്ള് ഷൂ ആണ്, ഫുൾ ഐറ്റംസ്, നല്ല ഷൂ കാര്യങ്ങളൊക്കെ. കിത്തന 200. വാട്സ്ആപ്പ് ഗായ്സ്, ഐ എം മിസ്റ്റർ 44. അപ്പോൾ ഞങ്ങളിന്ന് കരോൾ ബാഗിലാണ്. കരോൾ ബാഗ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ വന്നാണ് ഇവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഷോപ്സും ഉണ്ട്. അതേപോലെ പിന്നെ സൈഡിൽ വെച്ച് വിൽക്കണ കുറേ 250-നും 300-നൊക്കെ പാൻറ്റും ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ടീഷർട്ടും പാൻറ്റും ഷൂ ഒക്കെ വാങ്ങി. ഷൂവിന് 350, ടീഷർട്ട് 250-ഉം 100-ഉം, പിന്നെ പാൻറ്റ് 200-ഉം. പിന്നെ ഇവിടെ കുറേ തേരികളാണുള്ളത്. ഇവിടെ കുറേ ബെൽറ്റിൻ്റെ ഒക്കെ ഷോപ്സ് ഉള്ളത്. വെറൈറ്റി ഐറ്റംസ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ, ലേഡീസിൻ്റെ ഡ്രസ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ്സ്. വലുതാണെങ്കിൽ 100-ഉം 150-ഉം ഒക്കെ തന്നെയാണുള്ളത്. അവർക്ക് മാത്രം എന്താണോ ഇത്ര കുറച്ച് പൈസയ്ക്ക് ഡ്രസ്സ് കൊടുക്കണമെന്ന് മനസ്സിലാവണില്ല. പിന്നെ ഇവിടെ ഫോണിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, ഈ ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് ഫോണിൻ്റെ ഷോപ്സ് കാര്യങ്ങൾ മാത്രമാണ്. ഫോണിൻ്റെ ഏരിയ ഫുള്ള് ഇയർപോഡും പിന്നെ ഹെഡ്സെറ്റും മൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ ഫോണിൻ്റെയും കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കവർ നോക്കണ്ടോ? ഫുള്ള് ഏരിയ ആണ്. ഇതൊക്കെ ഫുള്ള് സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെ ഒക്കെ കാണുന്നത്. ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോണിൻ്റെ ആണ്. നമുക്ക് വേണമെങ്കിൽ ഹോൾസെയിലായിട്ടൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. ഇവിടെയൊക്കെ ഫുള്ള് ഫോണിൻ്റെയും ലാപ്ടോപ്പിനൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറും കാര്യങ്ങളുടെ ഒക്കെ കടയാണ്. ഇപ്പോൾ ഹോൾസെയിലായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളും. അതേപോലെ ഫ്ലവേഴ്സിൻ്റെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, ഇവിടെ ഫുള്ള് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കിച്ചൺ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഷൂവും കാര്യങ്ങളൊക്കെ. ഒരു 350, ഷൂവിന് 350. അതേപോലെ ചെരുപ്പും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു ഏരിയ ഫുള്ള് ഷൂവും ബാഗും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വരുന്നത് ഷൂവിന് 600-ഒക്കെയാണ് വരുന്നത്. ഷൂ കാണാനൊക്കെ രസമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. അത്യാവശ്യം വലിയ അടിപൊളി ക്വാളിറ്റി അല്ലെങ്കിലും. പിന്നെ ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ നല്ല അടിപൊളി നമ്മൾ ട്രാവൽ ചെയ്ത് ഉപയോഗിക്കുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ രസമുണ്ട്. ക്വാളിറ്റി എങ്ങനെയെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ ഫുള്ള് അതാണ്, ബാഗും കാര്യങ്ങളാണ്. ഇപ്പുറത്ത് അതേപോലെ അത്യാവശ്യം വലിയ ഷോപ്പായിട്ട് നടത്തുന്ന ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ. സിൻസ് 1964 തുടങ്ങിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ ഫുള്ള് അധികം ഡ്രസ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങളോട് ഒരാൾ വന്ന് പറയുന്നുണ്ട് ടീഷർട്ടൊക്കെ 350 ഉണ്ടെന്ന്. അതേപോലെ ഒരു 350-250 ഒരു കണക്കാണ് ഇവിടെ ഫുള്ള്. ഞങ്ങൾ കയറാൻ പോണത് ഗഫർ മാർക്കറ്റ് ബിയാപ്പൂർ മണ്ടൽ എന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങോട്ട് കയറുന്നൊരു വഴിയാണിത്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഇതാണ് ഗഫർ മാർക്കറ്റ്. ഇവിടെയും ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുകൊണ്ട് ഗേൾസിൻ്റെ നെക്ലേസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ വാടകയ്ക്കുള്ള തോന്നുന്നുണ്ട്. മറ്റേ ഐസ്ക്രീമിൻ്റെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയും ഫോണിൻ്റെ ആക്സസറീസും വാച്ചും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെ കുറേ ഫുഡിൻ്റെയും ചോളത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇതാ ഗേൾസിൻ്റെ കുറേ ബാഗും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഏരിയ മൊത്തം ഡ്രസ്സാണ് കാണുന്നത്.
നമുക്ക് അവിടെ പോയി കണ്ട് വരാല്ലേ. മറ്റേ ബെഡ്ഷീറ്റും ക്ലോത്ത്സും പുതപ്പും അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഫുള്ള്. ടാറ്റാൻ്റെ ഒരു ഷോറൂം ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ജെൻസിൻ്റെ കുറേ ടീഷർട്ടും ജെയ്സി. ഇതാ ജെയ്സി 350 പാൻറ്റിന് 350. ഈ ഗേൾസിൻ്റെ മാലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടീഷർട്ടിന് 300 പറയുന്നത്. ഇവിടെ ഫുള്ള് ജെയ്സിയൊക്കെ ഉണ്ട്. ജെയ്സിക്ക് എത്രയാടാ भैया? जैसी कितना भैया? जैसी कितना? जैसी जैसी अलग अलग जैसी आना 500 ജെയ്സിക്കാ. ജെയ്സിക്ക് പറയുന്നത് 800 രൂപയാണ്. ഫുള്ള് ജെയ്സും കാര്യങ്ങളൊക്കെ അവിടെ. ഇവിടെ പിന്നെ ഫുള്ള് ലേഡീസിൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ. എന്താ 100 പറയുന്നത്? ആ അതാ 200 രൂപയാണ് ഇതിനൊക്കെ പറയണത്. ഫുള്ള് ജെൻസിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഭയ്യ കിത്തന 200 ഇതിനൊക്കെ 200 പറയണത്. അതുപോലെ ഇവിടെ ഷോർട്ട്സും ഉണ്ട്. പിന്നെ ഷൂ ഇവിടെ ഫുള്ള് 850 പറയണത്. നമ്മളെ നാട്ടിൽ ചില സ്ഥലത്തൊക്കെ വിൽക്കണത് 1500 1200 ആ സാധനം തോന്നുന്നുണ്ട്. ഇത് ചിലതൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ ഉണ്ട് അല്ലടാ. ചില നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഷൂ ഒക്കെ കാണുമ്പോൾ ഇവിടുത്തെ സെയിം സാധനം പോലെ ഉണ്ട്. അവിടെ 1200 1500 കൊടുക്കണത്. അവിടെ 800 850 ചില 350 നല്ല 350 നോക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. മേടിച്ചിട്ട് കയറിയുണ്ട് എയർപോർട്ടൊക്കെ. ഇത് ഫുള്ള് കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എത്രയുടെ ക്യാപ്പിന് എത്ര? 200. ഇത് 200 പറയണത്. നല്ല ഉണ്ടോ നോക്കാം, നോക്കിയെടുക്കാം. ഇത് രസമുണ്ടല്ലോ. സ്റ്റിച്ചിങ് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്കൊരു കാര്യമില്ല. അപ്പോൾ ഇവനൊരു തൊപ്പി വാങ്ങി മനസ്സിലാ 200 ആയത്. കുഴപ്പമില്ല, പക്ഷേ തിരക്കടില്ല, കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. ഇതാണ് മറ്റേ മറ്റേ പുതപ്പിൻ്റെ ഒക്കെ ഒരു ക്ലോത്ത് പോലെ ഉണ്ടല്ലോ, കംപ്ലീറ്റ് അതേപോലെ ഉണ്ട്. എല്ലായിടത്തും കണ്ട മോഡൽ ഡ്രസ്സ് തന്നെയാണ്. എല്ലായിടത്തും ഒരേ മോഡൽ ഡ്രസ്സും കാര്യങ്ങളും തന്നെ. അങ്ങനത്തെയൊക്കെ തന്നെ ഫുള്ള് കൂടുതലും. ഇനി വണ്ടീൻ്റെ പാർട്സുള്ള ഏരിയ ഏതാണെന്ന് എനിക്ക് പിടുത്തം കിട്ടണില്ല. അപ്പം അങ്ങനെ നടന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ കാണുകയാണെങ്കിൽ എന്തായാലും നോക്കാം. പിന്നെ ഇവിടെ വലിയൊരു ജ്വല്ലറിയും ഗോൾഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഖന്ന ജ്വല്ലേഴ്സ്. കൻഹയാണോ കന്നയാണോ എന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ സംഭവം എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇത് കുറച്ച് ഗോൾഡിൻ്റെയും പൈസക്കാർക്കുള്ള പാവപ്പെട്ടവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം എല്ലാ സാധനവും ഉണ്ട്. ഒറ്റ കുടക്കീഴ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഫുള്ള് ഡയമണ്ടും ഗോൾഡും വലിയ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ ചെറിയ ഫുഡിൻ്റെയും അങ്ങനത്തെ ഷോപ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ലേഡീസിൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ. ഇതിനിപ്പോൾ ഞങ്ങൾ അവസാനം കാണുന്നില്ല. ഫുള്ള് ഡ്രസ്സും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുള്ള് അധികം ഡ്രസ്സാണ് കാണുന്നത്. ഇവിടെ ഫുള്ള് മറ്റേ കപ്പും കാര്യങ്ങളും, കപ്പും സോസറും ഫുള്ള് പ്ലേറ്റ് ഏരിയകളാണ് ഇവിടെ. ഫുള്ള് അങ്ങനത്തെയാണ്. ഇതൊക്കെ എത്ര റേറ്റ് ആയിരുന്നു? ഈ ഇങ്ങനത്തെ ഒരു വലിയ കപ്പിന് വരുന്നത് 50 രൂപയൊക്കെയാണ്. 50 ലാഭമല്ലേ? ലാഭമാണോ ഒക്കെ അറിയില്ല. നാട്ടിൽ എത്രയാണെന്ന് എനിക്ക് വലിയൊരു പിടുത്തില്ല. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ പിടുത്തില്ല. ക്യാമറ വ്ളോഗ് ഇൻസ്റ്റാ 360 ചാനൽ മിസ്റ്റർ 44. ഇവിടെ പിന്നെ ഗേൾസിൻ്റെ കോസ്റ്റ്യൂം മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഫുള്ള് ഡ്രസ്സിൻ്റെ തന്നെയാണ് ഫുള്ള് കാര്യം കാണിക്കണതൊക്കെ. Hello guys, welcome back to my YouTube channel. Here my YouTuber friend. What's your name? Mr. 44. What's your Instagram channel? Mr. 44. Shown it. Mr. 44. Two accounts are there. Okay. Mr. 44. And you are from? Kerala. Yeah. He's my good friend. He's here just for purchasing and exploring the market. When will you come? 2 hours before. Okay. Yeah. So, nice meeting you, brother. Nice meeting you too. Nice meeting you.
We'll meet you. ഓക്കെ ബ്രോ. Okay. ഈ ജീനിനൊക്കെ ഇവിടെ 550 ഫിക്സഡ് പ്രൈസ് ആണ് പറയുന്നത്. 550 ജീനൊക്കെ. ഇവിടെ ഫുള്ള് ഷൂ ആണ്, ഫുൾ ഐറ്റംസ്, നല്ല ഷൂ കാര്യങ്ങളൊക്കെ. എത്ര പറയണത്? 400, 500, 600 कितना मनी तक होना? ഓക്കെ, 400, 600 ഒക്കെയാണ് ഇവിടെ പറയുന്നത്. अच्छा यूट्यूब पे देना तुम्हारे को, जस्ट चेकिंग द प्राइस. യാ, യൂട്യൂബ് ചാനൽ. स्टार्टिंग प्राइस है 400 यहाँ पे. ഓക്കെ, സ്റ്റാർട്ടിംഗ് പ്രൈസ് 400. 500, 600 ऑल वैरायटी होता है यहाँ पे. ഓക്കെ ഓക്കെ. कैमर वगैरह सब मिल जाता है. एशिया का नंबर मार्केट है. घूम के आओ. ഇവിടെ ഫുള്ള് ഷൂവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. बड़ा वाला हुआ था, छोटा वाला यहाँ पे. അണ്ടമാന ഷൂ ഉണ്ട്. ഇവിടെ കളക്ഷൻ തോന്നുന്നില്ലേ? ചെരുപ്പാ? ആ, അവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോട്ടോ? ആ, ഓക്കെ ഓക്കെ. ഇതിൽ മൊത്തം ഷൂ ആണ്. പിന്നെ പുറത്തേക്കോ? അപ്പോൾ ഞങ്ങൾ നടന്ന് ഇപ്പോൾ ഈ ഒരു അറ്റെത്തി. ഇതാ, ആ, അതിപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നടക്കാണ്ട്. ഇതാണ് തോന്നുന്നുണ്ട് ഈ എൻഡിൽ വരുന്ന ഈ കുറേ പെട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞങ്ങൾ അത്രയും അങ്ങോട്ട് നടക്കണം. അത്ര 2-3 കിലോമീറ്റർ ഉണ്ടാവില്ലേ? ഞങ്ങൾ കാർ ആക്സസറീസ് ഉള്ള ഏരിയ തിരഞ്ഞു വന്നാണ്. പക്ഷേ ഞങ്ങൾ ഫുള്ള് ജ്വല്ലറി മാത്രമുള്ള ഏരിയയിലെത്തി. ഇപ്പോൾ ഞങ്ങൾ വന്ന വഴി ഏതാണ് പോകേണ്ടത് ഏതാണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇവിടെ ഫുള്ള് ജ്വല്ലറീൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ക്യാഷ് ഫോർ ഗോൾഡ്. ഈ ഏരിയ ഫുള്ള് ഗോൾഡിൻ്റെ ഏരിയയാണ്. വെറുതെ ഇങ്ങനെ നടന്ന് നോക്കുക, ലാസ്റ്റ് എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോൾ കാണാം. ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ, ഇവിടെ കടയൊക്കെ പൂട്ടി ഞങ്ങളിവിടെ എത്തിപ്പോതിന്. ഈ ഒരു ഏരിയ തന്നെയാണ് കാറിൻ്റെ ആക്സസറീസും ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ കാണാൻ റോഹൻ ഫാബ്രിക്സ് പ്യൂരിറ്റി ഹോൾസെയിൽ ടർക്കിഷ് ലെതറും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ഷോപ്പാണിത്. കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് കാണേണ്ടിയിരുന്നത് കാർ ആക്സസറീസിൻ്റെ ഒക്കെയാണ്. അതാണൊരു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട്. പക്ഷേ ഷോപ്പൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ ഫൈനലി കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് മഹി കാർ ആക്സസറീസ്. ഇവിടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. താറിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ വന്നിട്ട്. ഇപ്പോൾ ഫുള്ള് കാറാണ് എടുക്കുന്നത്. താറ് റോക്സ് എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഷോപ്പാണ്, ഫുൾ സ്പീക്കറും കാര്യങ്ങളും. പിന്നെ പുതിയൊരു ക്രെറ്റ കിടക്കുന്നുണ്ട് ഇവിടെ പണിപ്പിക്കാൻ. ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രൈസ് ഒന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് 4000 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ആംബിയൻസ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്, സ്പീക്കറും കാര്യങ്ങളൊക്കെ. നല്ല ആക്സസറീസും ഷോപ്പും കാര്യങ്ങളൊക്കെ. ശ്യാം ഓട്ടോ സെൻറ്റർ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലറാണ്. അപ്പോൾ നമ്മൾ ആക്സസറീസിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലൊരു കാറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് സാധനമൊക്കെ വാങ്ങാമല്ലേ? ഇല്ലടാ, തീർച്ചയായും. വണ്ടി എടുക്കുകയാണെങ്കിൽ മോഡിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു ചുരുങ്ങിയതൊരു BMW ഒക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിക്കാം. നോക്കാം, നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും സാധനം എടുക്കും. ഇതാണ് ഏരിയ. അപ്പം നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇനി വരാൻ സുഖമായല്ലോ. ഇവിടെ ഫുള്ള് തന്നെയാണ് ഓട്ടോ വേൾഡ് കാർ ആക്സസറീസ്. ഇവിടെ സീറ്റിൻ്റെയും ലെതറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ മാർക്കറ്റ് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളൂർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തന്നെയാണ്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇറങ്ങി കുറേ ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ കാർ ആക്സസറീസിൻ്റെ ഭാഗമൊക്കെ എവിടെയെന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയൊരു വ്ളോഗ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വേറെ എന്താ ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.